ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബയോളജിയിലേക്ക് സ്വാഗതം. ഇന്ന് SLC ബയോളജിയിലെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ നിർബന്ധമായും കാണുക. ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ അർഷിത, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ടൈപ്പ് ഓഫ് ക്രോമസോംസ്, സ്ട്രക്ചർ ഓഫ് RNA, പ്രോട്ടീൻ സിന്തസിസ് എന്നീ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ഹ്യൂമൻ ക്രോമസോമുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. There are two types, അതായത് സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസ് 22 പെയറുണ്ട്. അതേപോലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് 1 പെയറാണ്. അത് XX എന്ന പെയറാകാം, അല്ലെങ്കിൽ XY എന്ന പെയറാകാം. സോ ഈ 22ഉം ഈ ഒരു പെയറും കൂടെ ചേർന്ന് ടോട്ടൽ 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. അതായത് ടോട്ടൽ 46 ക്രോമസോംസ് ആണ് ഒരു സെല്ലിനകത്ത് കാണപ്പെടുന്നത്. ഓരോ സെല്ലിലും കാണപ്പെടുന്ന ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. ഓക്കെ, ഇനി ഇത് ഓരോ ക്രോമസോമുകളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ സൊമാറ്റിക് ക്രോമസോമുകളാണ്. These are chromosomes that control physical characteristics. അതായത് നമ്മൾ പുറമെ എങ്ങനെ കാണപ്പെടുന്നു, നമ്മുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സൊമാറ്റിക് ക്രോമസോമുകളിലൂടെയാണ്. എക്സാമ്പിൾ നമ്മുടെ സ്കിൻ കളർ ആയിക്കോട്ടെ, ഹെയർ കളർ ആയിക്കോട്ടെ, ഐ കളർ ആയിക്കോട്ടെ, ഇതൊക്കെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു സൊമാറ്റിക് ക്രോമസോംസ് 22 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. നോക്കൂ, ഇതാണ് ഈ സൊമാറ്റിക് ക്രോമസോമുകളെ കാണിച്ചിരിക്കുന്നത്. 1 തൊട്ട് 22 പെയർ വരുന്ന ക്രോമസോമുകളെയാണ് സൊമാറ്റിക് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഈ ക്രോമസോമുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഫസ്റ്റ് പെയർ ഓഫ് ക്രോമസോമുകൾ കണ്ടോ, ഇവർ 2 പേരും കാണാൻ ഒരേപോലെ സ്ട്രക്ചർ അല്ലേ. പക്ഷെ ഈ ഫസ്റ്റ് പെയർ ഓഫ് ക്രോമസോം ബാക്കി പെയർ ഓഫ് ക്രോമസോം, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സെക്കൻഡ് പെയർ തന്നെ എടുക്കാം. ഈ സെക്കൻഡ് പെയർ ഓഫ് ക്രോമസോമിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ സെക്കൻഡ് പെയർ ഓഫ് ക്രോമസോം തേർഡ് പെയറിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? ഈ 22 പെയറും പരസ്പരം വ്യത്യാസമുണ്ട്, പക്ഷെ ആ പെയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിമിലർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഐഡന്റിക്കൽ എന്ന് പറയാം. ഐഡന്റിക്കൽ ട്വിൻസിനെയൊക്കെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ട്. എന്തായിരിക്കും പ്രത്യേകത? അവരെ കാണാൻ ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഐഡന്റിക്കൽ ക്രോമസോംസ് ആണുള്ളത്. ഇങ്ങനെയുള്ള ക്രോമസോമുകളെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോംസ്. ഐഡന്റിക്കൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു പെയർ ഓഫ് ക്രോമസോമുകളെയാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഇതിനകത്തെ ഒരു പെയർ, അതായത് വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് ദ അതർ ഫ്രം ദ ഫാദർ. നോക്കാം, ഇതൊരു പെയർ ആണല്ലേ. ഇതിനകത്ത് ഈ ഒരു ക്രോമസോം ഫാദറിൽ നിന്നും ഈ ഒരു ക്രോമസോം മദറിൽ നിന്നുമാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പെയർ ഓഫ് ക്രോമസോമുകളും വന്നിരിക്കുന്നത്. അടുത്ത് പഠിക്കുന്നതാണ് സെക്സ് ക്രോമസോംസ്. These are chromosomes which are involved in sex determination. അതായത് നമ്മൾ ബോയ് ആണോ ഗേൾ ആണോ അതിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സ് ഡിറ്റർമിനേഷന് സഹായകമാകുന്ന ക്രോമസോമുകളെയാണ് സെക്സ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. There are 2 type of sex chromosome. അതാണ് X ക്രോമസോമുകളാകാം അല്ലെങ്കിൽ Y ക്രോമസോമുകളാകാം. നമുക്കിനി സെക്സ് ക്രോമസോമുകളുടെ പ്രത്യേകതകളാണ് പഠിക്കാനുള്ളത്. The Y chromosome is comparatively smaller than that of the X chromosome. Y ക്രോമസോമിന്റെ സൈസ് എന്ന് പറയുന്നത് X ക്രോമസോമിനേക്കാളും ചെറുതാണ്. അതേപോലെ the SRY gene on the Y chromosome is responsible for the development of testes in the embryo. Y ക്രോമസോമിൽ കാണപ്പെടുന്ന ഒരു ജീനാണ് SRY ജീൻ. ഈ SRY ജീനാണ് എംബ്രിയോയിൽ ടെസ്റ്റീസ് ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നത്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ അറിയാമോ, നമ്മുടെ ഗമീറ്റ് ഫ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന സെല്ലാണ് സൈഗോട്ട്. അതിൻ്റെ സെൽ ഡിവിഷൻ നടന്നു വരുന്ന സ്ട്രക്ചറാണ് എംബ്രിയോ. അതായത് എംബ്രിയോ ആണ് ഒരു ഗ്രോയിങ് ബേബി ആയിട്ട് മാറുന്നത്.
ഈ എംബ്രിയോയിൽ ടെസ്റ്റീസ്, അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റീസ് എന്ന് പറയുന്നത്. ഈ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ ടെസ്റ്റീസ്, വൃക്ഷണം എന്നൊക്കെ നിങ്ങൾ മലയാളം മീഡിയംകാർ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്ന ജീൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ Y ക്രോമസോമുകളിലാണ്. അപ്പോൾ അവിടെ Y ക്രോമസോം ഇല്ല എങ്കിൽ, അതായത് ഈ Yക്ക് പകരം ഒരു X ക്രോമസോമാണ് ഉള്ളതെങ്കിൽ ടെസ്റ്റീസ് ഡെവലപ്മെൻറ്റ് നടക്കുമോ? ഇല്ല. അപ്പോൾ അത് ഗേളാകും. XX ക്രോമസോമുകളാണ് ഗേൾസിൽ കാണപ്പെടുന്നത്, XY ക്രോമസോമുകളാണ് ബോയ്സിൽ കാണപ്പെടുന്നത്. ഇതാണ് സെക്സ് ക്രോമസോമുകളുടെ പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ പടം നോക്കുമ്പോൾ അറിയാം, ഇവിടെ X എന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ ക്രോമസോമുകളുടെയും സൈസ് ഒരേപോലെയാണ്. പക്ഷെ Y ക്രോമസോമിനെ കണ്ടോ? X ക്രോമസോമിനേക്കാളും സൈസ് ചെറുതാണ് Y ക്രോമസോം എന്ന് പറയുന്നത്. ഇതാണ് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡിയിൽ കാണപ്പെടുന്ന ക്രോമസോമുകളുടെ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, 1 to 22 വരെയുള്ള ക്രോമസോമുകളെല്ലാം ഒരേപോലെയാണ് രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെക്സ് ക്രോമസോം, അതായത് 23ാമത്തെ പെയറിലാണ് വ്യത്യാസം. അതായത് ഇവിടെ ഒരു X ക്രോമസോമും ഇവിടെ ഒരു Y ക്രോമസോമും എന്നുള്ളത്, അതുകൊണ്ട് ഇത് മെയിൽ ക്രോമസോമായി. അതേപോലെ ഇവിടെ 2 X ക്രോമസോമുകളുള്ളത്, അതുകൊണ്ടാണ് ഇത് ഫീമെയിൽ ക്രോമസോം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചാണ്. പക്ഷെ പേര് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ? ഈ ഒരു പേര് എന്തായാലും നിങ്ങൾക്ക് പരിചയമുണ്ട്, കാരണം നമ്മളിത് മുന്നേ പഠിച്ചതാണ്. DNA അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA അറിയപ്പെടുന്നത്. DNA പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂക്ലിക് ആസിഡ് തന്നെയാണ് RNA, അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ രണ്ടിന്റെയും സ്ട്രക്ചർ നമുക്ക് വളരെ വിശദമായി പഠിക്കാനുണ്ട്. DNAയുടെ സ്ട്രക്ചർ നമ്മൾ മുൻ വീഡിയോയിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. RNA ആണ് നമുക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പം. DNA കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA ഒരു ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ് പഠിച്ചു. 2 ഇഴകൾ പരസ്പരം ചുറ്റിയാണ് DNA എന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. DNA കാണപ്പെടുന്ന ഇമ്പോർട്ടന്റ് ബേസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നോക്കാം. അഡെനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ. Adenine form double bond with thymine and cytosine form triple bond with guanine. അല്ലേ? അഡെനിൻ തൈമിനുമായിട്ട് ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ സൈറ്റോസിൻ ഗുവാനിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് ബൈ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഇനി DNA-യിലാണ് ജനറ്റിക് ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത് നമുക്ക് RNA-യുടെ സ്ട്രക്ചർ നോക്കാം. RNA എന്ന് വെച്ചാൽ RNA എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. R for റൈബോ, N for ന്യൂക്ലിക് ആൻഡ് A for ആസിഡ്. സോ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഇവരുടെ മുഴുവൻ പേര്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇതൊരൊറ്റ ഇഴ മാത്രമേ RNA-ക്കുള്ളൂ. സോ ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ ന്യൂക്ലിക് ആസിഡ് ആണ്. അതേപോലെ ഇതിന്റെ ബേസ് കണ്ടോ? DNA-യിലെ പോലെ തന്നെ അഡിനൈനും ഉണ്ട്, സൈറ്റോസിനും ഉണ്ട്, ഗുവാനിനും ഉണ്ട്. പക്ഷേ ഇവിടെ യുറാസിലാണ് നമുക്ക് പുതുതായിട്ട് പരിചയപ്പെട്ട ഒരാള്. DNA-യിൽ കണ്ടോ? തൈമിനാണ് പ്രസന്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ തൈമിന് പകരം യുറാസിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. പെയറിങ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അതായത് ഇവിടെ അഡിനിൻ തൈമിന് പകരം യുറാസിലുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. സൈറ്റോസിൻ എപ്പോഴും ഗുവാനിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ. അഡിനിൻ യുറാസിലുമായിട്ട് ഡബിൾ ബോണ്ട് വഴിയാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, RNA-യുടെ ഫംഗ്ഷൻ കണ്ടോ? ഇറ്റ് കണ്ടെയ്ൻ ഇൻസ്ട്രക്ഷൻസ് ഫോർ ബിൽഡിംഗ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക, DNA-യിലാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ജീനിൽ അല്ലെങ്കിൽ DNA-യിലുള്ള ഒരു ജനറ്റിക് ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിലേക്ക് എക്സ്പ്രസ് ആവുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരമാണ് പ്രോട്ടീൻ സിന്തസിസ്. എന്താണെന്ന് ആദ്യം നോക്കാം. പ്രോട്ടീൻ സിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സെൽസ് മേക്ക് പ്രോട്ടീൻസ് യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ DNA. മനസ്സിലായോ? അതായത് DNA-യിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് സെല്ലിനുള്ളിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ജീൻസ് ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു മേക്ക് പ്രോട്ടീൻസ്. DNA-യിലാണ് ജീൻ ഉള്ളതെന്ന് പറഞ്ഞു.
ആ ജീനാണ് ഈ പ്രോട്ടീൻസ് നിർമ്മിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ദീസ് പ്രോട്ടീൻസ് ഷേപ്പ് ഹൗ വി ലുക്ക് ആൻഡ് ഹൗ അവർ ബോഡി വർക്ക്സ്. അതായത് നമ്മുടെ ബോഡി എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ ബോഡി വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ നടക്കുന്നതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്? ഈ പ്രോട്ടീൻസ് കാരണമാണ്. നമുക്ക് അതിനെ ബ്രീഫ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് എന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രക്ചറാണ് അല്ലെ. ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് DNA ആണ്. അതിൽ നിന്നും സിംഗിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു RNA മോളിക്യൂൾ പൊളിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും അതായത് ഈ RNA നിന്നും അമിനോ ആസിഡ് ചെയിനാണ് അടുത്തതുണ്ടായിരിക്കുന്നത്. ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഈ അമിനോ ആസിഡ് ചെയിൻ ഫോൾഡ് ചെയ്താണ് പ്രോട്ടീൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നടന്ന 2 ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാൻഡ് ആയ DNA നിന്നും സിംഗിൾ സ്റ്റാൻഡ് ആയ RNA ഉണ്ടാകുന്നു. അതിൽ നിന്നും അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നു. അമിനോ ആസിഡിന്റെ ചെയിൻ കൂടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇത് ന്യൂക്ലിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. സോ ഇത് കാണിച്ചിരിക്കുന്നതാണ് DNA, അതായത് ഡബിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള DNA എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്പെസിഫിക് ന്യൂക്ലിയേറ്റഡ് സീക്വൻസിൽ നിന്നും, അതായത് ഒരു ജീനിൽ നിന്നുമാണ് mRNA പ്രൊഡ്യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്താണ് ഈ mRNA? RNA എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. പക്ഷെ ഈ mRNA എന്ന് പറഞ്ഞാൽ അത് മെസഞ്ചർ RNA എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ ജീനിലുള്ള ഇൻഫർമേഷനെ കോപ്പി ചെയ്തുകൊണ്ടാണ് ഈ ഒരു mRNA മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ സ്റ്റാൻഡ് ആയ RNA ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ മെസഞ്ചർ RNA എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്താണ് മെസഞ്ചർ RNA നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പേര് പറയുന്നത്. ഇതിനകത്ത് നിർമ്മിച്ച ഈ mRNA ന്യൂക്ലിയർ പോൾ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. അതായത് ഈ റൈബോസോം ഈ mRNAയിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇനി സൈറ്റോപ്ലാസത്തില് ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന മോളിക്യൂളാണ് അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകൾക്ക് ഒരിക്കലും തന്നെ റൈബോസോമിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം അല്ലെ. അങ്ങനെ ഈ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന അമിനോ ആസിഡുകളെ ഈ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന RNAസിനെയാണ് നമ്മൾ tRNA എന്ന് പറയുന്നത്. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA എന്നാണ് മുഴുവൻ പേര്. അതായത് സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന അമിനോ ആസിഡിനെ ഈ റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന RNA ആണ് tRNA. ഇത് കണ്ടോ, ഈ പൊട്ട് പോലെ കാണുന്ന ആളാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ അതിനെ പിടിച്ചുകൊണ്ട് വരുന്ന അതിന് താഴെ കാണുന്ന ഈ സ്ട്രക്ചറാണ് tRNA. tRNA ഒരു അമിനോ ആസിഡുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി അതിനെ ഈ റൈബോസോമിലേക്ക് കൊണ്ടുവന്നിരിക്കും. അറ്റ് എ ടൈം ഒരു റൈബോസോമില് ഇവിടെ 3 ആഴ്ചയാണ് ന്യൂക്ലിയോടൈഡുകൾ പോയിരിക്കുന്നത്. അങ്ങനെ 3 ന്യൂക്ലിയോടൈഡിനെ മാത്രമേ ഈ റൈബോസോമിൽ റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് ഒരു സമയം റൈബോസോമിൽ റീഡ് ചെയ്യപ്പെടത്തുള്ളൂ. അതനുസരിച്ചുള്ള tRNA മോളിക്യൂൾസ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഓരോ അമിനോ ആസിഡുകളും ഇങ്ങനെ കൂടി വരും. ഈ അടുത്തടുത്ത അമിനോ ആസിഡുകൾ തമ്മിൽ കൂടിച്ചേർക്കുന്ന ജോലിയാണ് rRNA എന്ന് പറയുന്ന മോളിക്യൂൾസിനുള്ളത്. ഇവിടെ എഴുതിയിട്ടില്ല. rRNA എന്ന് വെച്ചാൽ ഈ റൈബോസോമിൽ കാണപ്പെടുന്ന ഒരു RNA ആണ് rRNA. അത് അടുത്തടുത്ത അമിനോ ആസിഡുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ നിർമ്മിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് പലതരത്തിലുള്ള RNAയുടെ പേര് പറഞ്ഞു. നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കാം. ടൈപ്പ് ഓഫ് RNA, there are 3 types ഉണ്ട്. mRNA, tRNA and rRNA. mRNA എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മെസഞ്ചർ RNA എന്ന് പറഞ്ഞു. അതായത് it carries the message for protein synthesis from DNA to the ribosome. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയുള്ള മെസ്സേജ് ഉൾപ്പെടുന്ന RNAസിനെയാണ് mRNA എന്ന് പറയുന്നത്. ഇത് DNA നിന്നുമാണ് സിന്തസിസ് ചെയ്യപ്പെടുന്നത്. സൈറ്റോപ്ലാസത്തിലേക്ക് വരുമ്പോൾ അത് റൈബോസോമിലേക്ക് എത്തുന്നു. അടുത്തതാണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. ഈ ട്രാൻസ്ഫർ RNA ആണ് സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. സോ it brings specific amino acid to the ribosome
അക്കോർഡിംഗ് ടു ദ മെസ്സേജ്, DNA മെസ്സേജിനെ mRNA മെസ്സേജിന് അനുസരിച്ചാണ് ഈ ട്രാൻസ്ഫർ RNA ഓരോ അമിനോ ആസിഡിനെയും റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ലാസ്റ്റ് rRNA ആണ്, അല്ലെങ്കിൽ റൈബോസോമൽ RNA. റൈബോസോമിൽ കാണപ്പെടുന്ന RNA-കൾക്കാണ് rRNA എന്ന് പറയുന്നത്. It helps in the formation of bond between amino acid. അമിനോ ആസിഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് അതിനൊരു പ്രോട്ടീൻ മോളിക്യൂളായി മാറ്റുന്ന RNA-നെയാണ് rRNA എന്ന് പറയുന്നത്. സോ ഇത്രയും ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാം ഒന്നുകൂടെ സമ്മറി ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ ക്രോമസോമുകളെ കുറിച്ചായിരുന്നു പഠിച്ചത്. Chromosomes are two types. They are somatic chromosomes and sex chromosomes എന്ന് പഠിച്ചിരുന്നു. ഹ്യൂമൻസിന് 23 പേർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. അതായത് ടോട്ടൽ 46 ക്രോമസോം നമ്പറുകളുണ്ട്. അതിൽ 22 പെയറിന് നമ്മൾ സൊമാറ്റിക് ക്രോമസോംസ് എന്നും ആൻഡ് 1 പെയർ അതായത് ഒന്നുകൂടി XX ആകാം അല്ലെങ്കിൽ XY എന്ന ക്രോമസോമുകളെ ആകാം, അതിനെ നമ്മൾ സെക്സ് ക്രോമസോമുകൾ എന്നും വിളിച്ചിരുന്നു. അപ്പൊ നമ്മൾ DNA ആൻഡ് RNA സ്ട്രക്ചർ ആണ് പഠിച്ചത്. DNA ആൻഡ് RNA ആർ ടു ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ആണ്. RNA contain nitrogen bases such as adenine, uracil, guanine and cytosine. DNA-ല് RNA-ല് വ്യത്യാസപ്പെട്ട് വരുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് യുറാസിൽ ആൻഡ് തൈമിൻ ആണ്. ഇവിടെ അഡിനിൻ യുറാസിലുമായിട്ടാണ് പെയർ ചെയ്യുന്നത്, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പഠിച്ചത് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചായിരുന്നു. ഇറ്റ് ഇൻവോൾവ് 2 steps. They are transcription and translation. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചാണ്. ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു മെസ്സഞ്ചർ RNA ആണ് DNA നിന്ന് ഫോം ചെയ്യുന്നത്. ഹിയർ മെസ്സഞ്ചർ RNA is formed from DNA. അപ്പൊ നമ്മൾ ട്രാൻസ്ലേഷൻ ആണ് പഠിച്ചത്. ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ റൈബോസോംസ് അറ്റ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന റൈബോസോംസിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇവിടെ ഒരു പ്രോട്ടീനാണ് സിന്തസിസ് ചെയ്യപ്പെടുന്നത്. Here protein is synthesized with the help of tRNA and rRNA by reading the codon from mRNA. mRNA-യിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അനുസരിച്ച് കൊണ്ടാണ് റൈബോസോമിനുള്ളിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന RNA മോളിക്യൂൾസ് ആണ് tRNA and rRNA. എങ്ങനെയാണ്? tRNA carries amino acid towards ribosome. tRNA സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നു. റൈബോസോം നമ്മൾ എന്താ പറഞ്ഞത്? അതൊരു പ്രോട്ടീൻ മെഷീനറിയാണ്. അതേപോലെ rRNA ആണ് ഈ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോട്ടീൻ മോളിക്യൂളായി മാറ്റുന്നത്. സിമ്പിൾ ആയിട്ട് ഇതാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷൻ, DNA-യിൽ നിന്ന് സിംഗിൾ സ്ട്രാൻഡ് ആയ RNA മോളിക്യൂൾ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോസസ് ആണ് ട്രാൻസ്ലേഷൻ. അതായത് ഈ RNA മോളിക്യൂളിൽ നിന്ന് ഒരു പ്രോട്ടീൻ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഫ്രം റൈബോസോംസും tRNA rRNA ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു പ്രോട്ടീൻ മോളിക്യൂൾസ് ഫോം ചെയ്തത്. അടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, കുറച്ച് അറിവിലേക്കായി പറയുകയാണ്. ഡിഫറെന്റ് ലിവിംഗ് ഓർഗാനിസംസ് ഹാവ് ഡിഫറെന്റ് നമ്പർ ഓഫ് ക്രോമസോംസ്. നമുക്ക് ഹ്യൂമൻ ക്രോമസോംസിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ ഓരോ ഓർഗാനിസത്തിനും ക്രോമസോം നമ്പർ വ്യത്യാസമുണ്ട്. ഹ്യൂമൻ ക്രോമസോമിന്റെ നമ്പർ 46 ആണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ എല്ലാ ഓർഗാനിസത്തിനും 46 ആയിരിക്കില്ല ക്രോമസോം നമ്പർ. അതായത് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോമുകൾ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ദ ഫേൺ ഒഫിയോഗ്ലോസം. ഒഫിയോഗ്ലോസം എന്ന് പറയുന്ന ചെടിയിലാണ് ഏറ്റവും കൂടുതൽ ക്രോമസോമുകൾ കാണപ്പെടുന്നത്. ഏകദേശം 1240 ക്രോമസോമുകൾ ഈ ഒരു രാജ്യത്തിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ലോവസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോമുകൾ കാണപ്പെടുന്ന ഓർഗാനിസമാണ് ദ ജാക്ക് ജംബർ ആൻഡ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ഉറുമ്പാണിത്. ഇവയുടെ ക്രോമസോം നമ്പർ വെറും 1 ആണ്. ഒരു ക്രോമസോം മാത്രമേ ഇവരെ കാണപ്പെടുന്നുള്ളൂ. ഇവരെ തന്നെ മെയിൽ ആൻറ്റുകളിലാണ്, അതായത് ആണുറുമ്പുകളിലാണ് ഈ ക്രോമസോം നമ്പർ കാണപ്പെടുന്നത്. സോ more chromosomes doesn't mean a more complex or smarter organism. അതായത് ഒരുപാട് ക്രോമസോമുകൾ ഉള്ളത് കൊണ്ട് അവരുടെ ശരീരം ഒരുപാട് കോംപ്ലക്സ് ആണെന്നോ അല്ലെങ്കിൽ ഒത്തിരി സ്മാർട്ടർ ആണെന്നോ അല്ല. It is just the way their body stores information.
അത്രയും ക്രോമസോമുകളിലാണ് അവരുടെ ഇൻഫർമേഷൻ, അവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ക്രോമസോമിന്റെ കുറഞ്ഞു പോയത് കൊണ്ടോ കൂടിപ്പോയത് കൊണ്ടോ പ്രത്യേകിച്ച് ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പാഠത്തിന്റെ അടുത്ത ഭാഗങ്ങളുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.